വരെ വരെ വീഡിയോസ് ഇടാൻ എനിക്ക് നല്ല മടിയാണ്. എക്സാംസ് ഒക്കെ ഇങ്ങ് ആവാനായി. അപ്പൊ ഞാൻ കുറച്ച് പഠിത്തത്തിലോട്ട് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടുന്നില്ല. അപ്പൊ എന്റെ തലയിൽ ഉദിച്ച ഐഡിയാണ് 2 ദിവസത്തെ വ്ളോഗും കൂടി ഒന്നിച്ചൊരു വീഡിയോ ആക്കി ഇടാവുന്നത്. ഞാൻ ഈ വാഴക്കൂമ്പ് ഈ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആവാനായി. ഞാൻ ഈ 2 വർഷത്തിനിടെ ഇങ്ങനെ ഒരു സാധനം വീട്ടിൽ വാങ്ങിയിട്ടേ ഇല്ല. ഒരു വെറൈറ്റിക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് കണ്ടപ്പോഴേ അച്ഛന്റെ ചോദ്യം, നിനക്ക് വേറെ പണിയില്ലേ, നിനക്ക് ചെയ്യാൻ അറിയാവുന്ന സാധനങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവന്നാൽ പോരെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ആയിരുന്നു. അത് കാരണം ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരുന്നു. മെനഞ്ഞാന്ന് ഉണ്ടാക്കാൻ എടുത്തപ്പോ തേങ്ങയില്ല. തേങ്ങ ഒപ്പിച്ച് കഴിഞ്ഞ് ഞാൻ പൊതിക്കാൻ പെട്ട പാടാണ് നിങ്ങളിപ്പോ കണ്ടത്. സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് തേങ്ങ പൊതിക്കാൻ പഠിച്ചത് ഈ അടുത്താണ്. അതിനു മുന്നേ ഞാനും അച്ഛനും ഒന്നിച്ചാണ് പൊതിച്ചുകൊണ്ടിരുന്നത്. ഞാൻ താഴെ കാല് വെച്ച് ചവിട്ടി പിടിച്ചേക്കും, അച്ഛൻ തേങ്ങ കുത്തും, എന്നിട്ട് ഞാൻ കമ്പി പിടിച്ച് പോകും. അപ്പോഴാണ് തേങ്ങ പൊതിഞ്ഞു വരുന്നത്. അറ്റ് ലാസ്റ്റ് ഞാൻ തനിയെ പൊതിക്കാൻ പഠിച്ചു. എനിക്ക് കാണുന്നത് തണ്ടും തടിയേ ഉള്ളൂ, ഇത് പൊതിക്കാനുള്ള ബലമൊന്നും ഇല്ലെന്നേ. പിന്നെ യൂട്യൂബൊക്കെ നോക്കി തട്ടിക്കൂട്ടി ഒരു കൂമ്പുതോരനും വെച്ചു. പിന്നെ നല്ല കാന്താരിമുളകൊക്കെ ഇട്ടൊരു രസവും വെച്ചു. ഇന്നത്തെ കാര്യം പറയാനാണെങ്കിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പച്ചക്കറിയോ മീനോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ സ്ഥിരം ഡാൽക്കറി, അച്ചാറ്, പപ്പടമായിരുന്നു ഇന്നത്തെ ലഞ്ച്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മീനും പച്ചക്കറിയും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയി. മീനാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഒരാഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ചങ്ങ് വാങ്ങിക്കും. അതാകുമ്പോൾ ഇങ്ങനെ ഡെയിലി പുറത്തിറങ്ങി നമ്മുടെ സമയം കളയണ്ടല്ലോ. പിന്നെ അച്ഛന് വേണ്ടി കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലും കയറിയായിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് മിറ്റം തൂക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് വന്ന പാടെ ഞാൻ ആദ്യം ചെയ്തത് അതാണ്. വേറെ ഒരു പട്ടിസാറ് റോഡിലൂടെ പോയപ്പോൾ കിടന്ന് ഷോ കാണിക്കുന്ന സിംബുവിനെയാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടതുകൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും ഷോ കാണിച്ചത്. പിന്നെ വന്ന് ചായ ഒക്കെ ഇട്ട് കൊടുത്ത് സ്നാക്സ് ഒക്കെ കയ്യിലോട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്റെ ചെറുക്കൻ. മൾട്ടി ടാലന്റഡ് ആയി ഞാൻ ജോലി ചെയ്തുകൊണ്ട് ക്ലാസ് കാണുന്ന രംഗമാണ്. അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളെല്ലാം പെറുക്കി വെക്കുന്ന ജോലിയായിരുന്നു. എല്ലാം അടുക്കി പെറുക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഠിക്കാനായിട്ടിരുന്നു. നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ഹായ് പറയുമോ ചേച്ചി എന്ന് ചോദിച്ച് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്തിക കുട്ടിക്ക് ഹായ്.